ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വീറ്റ് ബോളിയാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു ബോളി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ബോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇത് പായസത്തിൻ്റെ കൂടെ, അതായത് പാൽപ്പായസം, സേമിയ പായസം, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഉപ്പിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും, പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കളറ് ചേർക്കുന്നവർക്ക് കളറും ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തതേ ഉള്ളൂ. ഇനി കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമല്ലോ. ഏകദേശം ഇതൊന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്ന് കഴിയുമ്പം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവില്ലേ, ആ പരുവത്തിൽ വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ മയം വരണം. ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല മയം വന്നാൽ മാത്രമേ നമ്മുടെ ബോളി ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. തിന്നല്ലേ നമ്മുടെ ബോളി. അപ്പോൾ ഏകദേശം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊന്ന് അമർത്തി, വിരൽ വെച്ചൊന്ന് അമർത്തി നോക്കുമ്പോൾ പെട്ടെന്ന് അമർന്ന് വരുന്നുണ്ട്. ഇതാ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഈ കടലപ്പരിപ്പ് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം, അരക്കപ്പിൻ്റെ 2 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു. അത് ഒരുപാട് വെള്ളം വേണ്ട, നിരക്കം മതി. എന്നിട്ട് നമുക്കിതൊരു 3 വിസിൽ, ഒരല്പം ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കാം. അപ്പോൾ ഒരു കളറും കൂടി വരും. എന്നിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്ന രീതിയിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. വെന്തങ്ങ് കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ കണ്ടില്ലേ, ഞാൻ അപ്പം തന്നെ അതിൻ്റെ ആവി അങ്ങ് കളഞ്ഞായിരുന്നു. അപ്പോൾ ഈ കടലപ്പരിപ്പ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നന്നായിട്ട് അമർന്നു വരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം. ഇതിൽ കട്ടിയായിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തങ്ങ് മാറ്റണം, വേവാത്ത കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ആ സമയത്തേക്ക് ഞാനൊരു പാൻ എടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പം 1 ടീസ്പൂണോളം നമ്മുടെ കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏതാണ്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ ഏതാണ്ട് 3/4 ടീസ്പൂണോളം ചുക്കുപൊടി, ഡ്രൈ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചിലർ ചെറിയ ജീരകം ഉപയോഗിക്കാറില്ല, കാരണം ചെറിയ ജീരകം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോളിയിൽ ചെറിയൊരു കളർ ചേഞ്ച് വരാറുണ്ട്. മഞ്ഞയുടെ ഇടയ്ക്ക് ഒരു ബ്രൗൺ കളർ വരാറുണ്ട്. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമ്മൾ വേവിച്ചുടച്ച് വെച്ച ആ കടലപ്പരിപ്പില്ലേ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതായത് കടല എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞെടുത്താണ്. വേവാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ, എന്നാലേ നമുക്ക് നന്നായിട്ട് പരത്താൻ കഴിയത്തുള്ളൂ. ഇനി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ നമ്മൾ പൊടികളെല്ലാം വറക്കാനും പാടുള്ളൂ, വഴറ്റിയെടുക്കാനും പാടുള്ളൂ. ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ പായസത്തിൻ്റെ കൂടെയൊക്കെ അല്ലേ കഴിക്കുന്നത്, പായസത്തിന് മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കാണുന്നത്. കുറേ നേരം കൂടെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ഡ്രൈ ആവും. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, ഏതാണ്ട് ആ ഒരു പരുവത്തിലേക്ക് എത്തും. കണ്ടില്ലേ, ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിലെ വെള്ളമൊക്കെ, ആ പഞ്ചസാരയൊക്കെ ശരിക്കും നമ്മുടെ ഈ കടലപ്പരിപ്പിൽ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു തരി പോലും കാണരുത്, നല്ലതായിട്ട് വരണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പം നമുക്കിതെടുത്തൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതെടുത്ത് ഇതിൽ ചെറിയ ബോൾസ് ആക്കുവാണ്. തണുത്തു എന്നാലും ചെറിയൊരു ചൂടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ചെറിയ ബോൾസ് ആക്കുവാണ്. അപ്പോൾ നമുക്ക് എത്ര ബോൾസ് ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഏകദേശം എത്ര ബോൾ കിട്ടുമെന്ന് നോക്കാം. ഒരു 7 ബോളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കാം. എന്നിട്ട് അതിൽ 1 ബോൾ എടുത്തിട്ട് ആ ചെറിയ ബോളിൽ ഒരെണ്ണം എടുത്ത് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തുവാണ്. ഇങ്ങനെ ഏകദേശം നമുക്കൊരല്പം നെയ്യ് തടവി കൊടുത്ത് പരത്തുന്നതായിരിക്കും നല്ലത്. നല്ല നെയ്യിൽ കുളിച്ച് നിൽക്കുമ്പോഴായിരിക്കും നല്ലതായിട്ട് ഇത് വലിഞ്ഞു വരുന്നത്. അപ്പം ഞാൻ നെയ്യ് കയ്യിൽ നന്നായിട്ട് പുരട്ടിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ പരത്തുന്നത്. ഇനി
നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ആ ബോള് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യണം. അതായത് ഈ മൈദയുടെ മാവ് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് കടലപ്പരിപ്പ് ആവണം. ആ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് കവർ ചെയ്യാനായിട്ട്. ഇത് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മൈദാമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബോള് പോലെ ഇതും ആക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഒരു ബോളായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് കാണിക്കാം. മൈദാമാവ് ഞാൻ വീണ്ടും ഒന്ന് കൈവച്ചിട്ട് അല്പം നെയ്യ് തടവിയാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ കൈവച്ചിട്ട് പരത്തി എടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ബോൾ ഞാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പെട്ടെന്ന് ഇത് കവർ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ഇങ്ങനെ വലിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡും വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കി 2 സൈഡ് നമ്മൾ വെച്ച് കൊടുത്താൽ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ ബോൾ ഇതിൻ്റെ ഉള്ളിൽ കവറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കൈ കൊണ്ട് ഒരു ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പം ഏകദേശം ഒരു 4 ബോളേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 4 ബോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പലകയിലേക്ക് ഞാൻ കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മുടെ ഈ ബോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ. അത്യാവശ്യം ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട് കൈ വെച്ചിട്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്താം. അപ്പോൾ നമ്മളിങ്ങനെ പൊടി ഇടുന്നതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കില്ല. നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെറിയ ജീരകം ചേർത്ത കാരണം നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇതിനുള്ളിൽ ചെറിയൊരു ബ്രൗൺ കളർ പോലെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ ആ കടലപ്പരിപ്പിൻ്റെയാണ്. നമ്മൾ ചെറിയ ജീരകം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. ശരിക്കും മഞ്ഞ കളറിൽ തന്നെ വരും. എന്നാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് വരണം. അതാണ് നമ്മുടെ ബോളിയുടെ പരുവം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ കഴിഞ്ഞു. ഏകദേശം ഞാൻ എല്ലാം ഇതുപോലെ ഈ 4 എണ്ണം ഒന്ന് പരത്തിയെടുക്കുവാണ്. അപ്പോൾ അതേ അടുത്ത ബോളും ഞാൻ എടുത്തു. ഇങ്ങനെ 2 എണ്ണം ഒന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു പരത്താൻ അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ പരത്തിയെടുത്താൽ മതി. മാവിൽ മുക്കിയിട്ട് എപ്പോഴും പരത്തി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പരത്തിയെടുക്കാനും കഴിയും. മാക്സിമം തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. കാരണം തിന്നായാൽ മാത്രമേ നമ്മുടെ ബോളിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പായസത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാതെയും കഴിക്കാം. ഞാൻ അല്ലാതെയും കഴിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും പായസത്തിൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളത്. അപ്പോഴതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ കാണാൻ കണ്ടില്ലേ, ആ ഒരു ബ്രൗൺ കളർ പോലെ വന്നേക്കുന്നത് നമ്മൾ ആ കടലപ്പരിപ്പിൻ്റെയാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്കിത് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതേ ഞാനൊന്ന് സോഫ്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിടട്ടെ. അപ്പോൾ നമ്മുടെ ബോളി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ബോളി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാം. എന്തുമാത്രം തിന്നാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഏറ്റവും നല്ലത്, ഞാനൊരു സേമിയ പായസത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ബോളി ഇങ്ങനെ വെച്ചിട്ട് സേമിയ പായസം നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലെ പാൽപ്പായസത്തിൻ്റെ കൂടെ ആയാലും മതി. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് എടുത്ത് ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.